ശ്രീമാത്രേ നമഃ. സർവാരുണ അനവദ്യാംഗി സർവാഭരണഭൂഷിത. സർവാരുണ, ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ എന്താ കാണുക? എല്ലാം ചുമപ്പുമയമാണ്. എല്ലാം ചുമപ്പ്, എവിടെ നോക്കിയാലും ചുമപ്പ്. ദേവിയുടെ കിരീടം മുതൽ എല്ലാം ഈ ചുമപ്പ് നിറത്തിലാണ്. ഇനി ഈ അരുണ നിറം എപ്പോഴാണ് വരിക? ലജ്ജിക്കുമ്പോഴാണ് കവിൾത്തടത്തിൽ അരുണ നിറം വരുന്നത്. ദേവി കുറച്ച് നാണമുള്ളവളാണ്, കുലീനയാണ്. ലജ്ജ എന്ന് ദേവിക്കൊരു പേര് വരുന്നുണ്ട്. ദേവി നാണമുള്ളവളും കുലീനയും സമീപിക്കാൻ സാധിക്കുന്നവളുമാണ് എന്നർത്ഥം. അനവദ്യാംഗി, ഒരു കോട്ടവുമില്ലാത്ത വന്ധ്യമായ അവയവങ്ങളോട് കൂടിയവൾ. എല്ലാം പെർഫെക്റ്റ്. ഇത്രയും ഭംഗിയുള്ള ചേർച്ചയുള്ള ഒന്നും വേറെയില്ല. കണ്ണും മൂക്കും ചുണ്ടും കവിളും എല്ലാം നമ്മൾ കണ്ടതാണ്. സർവാഭരണഭൂഷിത, എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നവളാണ് ദേവി. ദേവി വളരെ ഗംഭീരമായാണ് ഇരിക്കുന്നത്. വളരെ പോഷാണ് ദേവി. നമ്മുടെ ആധ്യാത്മിക സങ്കല്പം ഒന്ന് നോക്കാം. നമുക്ക് ആധ്യാത്മികം എന്ന് പറയുമ്പോൾ ദരിദ്രനായിരിക്കണം. നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. നമ്മുടെ ആധ്യാത്മിക സങ്കല്പം ദാരിദ്ര്യം. അപ്പോൾ നമുക്ക് കിട്ടുന്നതും എന്താ? ദാരിദ്ര്യം. ഭാരതീയ സങ്കല്പത്തിലെ ഈശ്വരന്മാരെല്ലാം അതീവ ഗാംഭീര്യത്തിലാണുള്ളത്. നമ്മളാണ് ലാളിത്യം ഈസ് ഈക്വൽ ടു ദാരിദ്ര്യം എന്ന് ഇക്വേറ്റ് ചെയ്തത്. അതിൻ്റെ ഫലമോ? ഒരു കാലത്ത് ധാരാളിത്തത്തിൻ്റെ, സമ്പത്തിൻ്റെ നാടായിരുന്ന ഭാരതം ദാരിദ്ര്യത്തിൻ്റെ നാടായി മാറി. എല്ലാം ധാരാളമായി ഉണ്ടാകട്ടെ എന്നാണ് മഹർഷിമാർ അനുഗ്രഹിക്കുന്നത്. ഈ ദാരിദ്ര്യത്തിൽ നിന്ന് തിരിച്ചു പോകാൻ എന്താ ചെയ്യേണ്ടത്? ഈ ദാരിദ്ര്യത്തെ മനസ്സിൽ നിന്ന് കുടിയിറക്കുക. എന്നിട്ട് സമ്പന്നതയെയും സമൃദ്ധിയെയും ഐശ്വര്യത്തെയും അവിടെ പുനഃസ്ഥാപിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം സമ്പന്നമാകും. ഭാരതം സമ്പൽ സമൃദ്ധിയുടെ നാടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇംഗ്ലണ്ടുകാരും ഒക്കെ കച്ചവടത്തിന് വന്നത്. നമ്മുടെ ഭാരതീയ സങ്കല്പത്തിലെ ദേവീ ദേവന്മാർ സർവാഭരണഭൂഷിതരായിരുന്നു. കാളികാ പുരാണത്തിൽ ദേവിക്ക് ചൂടാരത്നം മുതൽ കാലിലണിയുന്ന മോതിരം വരെ 40 വ്യത്യസ്ത ആഭരണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. സൗന്ദര്യവും സമ്പൽ സമൃദ്ധിയും ഈ ദേവിയിലുണ്ട്. ഈ ദേവിയെ ഇനി എവിടെ കണ്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇല്ലേ? ശ്രീ ലളിതാ പരമേശ്വരി നമ്മെ എല്ലാ പേരെയും